മധ്യപ്രദേശിലെ ഖണ്ഡ്വ ജില്ലയിൽ കൃഷ്ണ ജന്മാഷ്ടമി ദിവസം ഒരു വളരെ സവിശേഷമായ ഒരു സംഭവം നടന്നു. അതിങ്ങനെയാണ്. ജില്ലയിലെ മഹാദേവ് ഘട്ട് എന്ന ക്ഷേത്രം, ഇവിടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു മുസ്ലിം യുവാവ് സനാതന ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്തു. മുഴുവൻ മതപരിവർത്തന പ്രക്രിയയും ക്ഷേത്രത്തിൽ തന്നെ വളരെ ഉചിതമായ ആചാരങ്ങളോടെ പൂർത്തിയാക്കി യുവാവ് കൃഷ്ണ എന്ന പേരിടുകയും ചെയ്തു. ഇയാളുടെ യഥാർത്ഥ പേര് അനീഷ് എന്നായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവത് കഥകൾ, പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ കേട്ടുകൊണ്ടിരുന്നതായിട്ടാണ് അനീഷ് പറയുന്നത്. ഈ കഥകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയത്രേ. ശ്രീകൃഷ്ണന്റെ ബാല്യകാല ലീലകൾ, സൗഹൃദം, കാരുണ്യം, ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, ഇതൊക്കെ വളരെ പ്രചോദനം നൽകി എന്നാണ് ഈ യുവാവ് പറയുന്നത്. ക്രമേണ ശ്രീകൃഷ്ണ ഭക്തിയിൽ അദ്ദേഹം മുഴുകാൻ തുടങ്ങി. ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നൽകിയ ഉപദേശങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഗീതയെക്കുറിച്ചുള്ള അറിവോടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും ആത്മാവിന്റെ പ്രാധാന്യവും എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭഗവാൻ കൃഷ്ണൻ ഒരു ദിവ്യശക്തി മാത്രമല്ല, ഒരു വഴികാട്ടിയും യഥാർത്ഥ സുഹൃത്തും ജീവിത ഗുരുവുമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണന്റെ പാത പിന്തുടർന്ന് തന്റെ ജീവിതകാലം മുഴുവൻ ആ പാതയിൽ ജീവിക്കാൻ ഇയാൾ തീരുമാനിക്കുകയായിരുന്നു. അതിനാൽ കൃഷ്ണ ജന്മാഷ്ടമി പോലുള്ള ഒരു പുണ്യദിനം മതപരിവർത്തനത്തിനായി തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായി കാത്തിരിക്കുകയായിരുന്നു. മഹാദേവ് ഘട്ട് ക്ഷേത്രത്തിൽ പൂർണ്ണ ആചാരങ്ങളോടെ പൂജാപാത നടത്തി സനാതന ധർമ്മത്തിലേക്ക് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു. മതപരിവർത്തനത്തിന് ശേഷം ക്ഷേത്രത്തിൽ ഗംഭീരമായ സ്വീകരണം നൽകി. ക്ഷേത്ര പരിസരത്ത് പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ ആദരിച്ചു. മതപരിവർത്തന പ്രക്രിയയിൽ അദ്ദേഹത്തിന്റെ പേരും മാറ്റി. ഇനി അദ്ദേഹം കൃഷ്ണ എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതിനാൽ സ്വന്തം അഭ്യർത്ഥന പ്രകാരമാണ് ഈ പേര് നൽകിയത്. മതപരമായ കഥകൾക്കൊപ്പം മുസ്ലിം കവി റസ്ഖാന്റെ കൃഷ്ണഭക്തി കവിതകളിൽ നിന്നും അനീഷിന് ആഴത്തുള്ള പ്രചോദനം ലഭിച്ചു എന്നാണ് ക്ഷേത്ര ചുമതലയുള്ള അശോക് പാലിവാൾ പറയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ബാല്യകാല വികൃതികൾ, വൃന്ദാവനത്തിന്റെ ഭംഗി, ഗോപികമാരോടുള്ള സ്നേഹം, ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി വിവരിക്കുന്നതാണ് റസ്ഖാന്റെ കവിതകൾ. ഈ കവിതകൾ വായിച്ചതോടെ കൃഷ്ണനോടുള്ള ഭക്തി കൂടി എന്നാണ് ഈ യുവാവ് പറയുന്നത്. സനാതന ധർമ്മം അത് എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ്. ഒരു വ്യക്തി യഥാർത്ഥ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മതത്തിന്റെയോ ജാതിയുടെയോ സമൂഹത്തിന്റെയോ വേലിക്കെട്ടുകളൊന്നും അവിടെ തടസ്സമാകുന്നില്ല. തന്റെ തീരുമാനം പൂർണ്ണമായും സ്വമേധയാ ഉള്ളതായിരുന്നു. അതിൽ ഒരു സമ്മർദ്ദവുമില്ലായിരുന്നു. മതപരമായ ഐക്യം, സ്നേഹം, സാഹോദര്യം ഇത് പ്രോത്സാഹിപ്പിക്കാൻ കൃഷ്ണ എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ സത്യത്തിലേക്കും സമാധാനത്തിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കുന്ന പാത തിരഞ്ഞെടുക്കണമെന്നും കൃഷ്ണ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.